Since we are two-wheelers, we are having this option to next spot Dhanushkodi. ഞാൻ പറഞ്ഞില്ല നേരത്തെ. Good morning guys, it's your Cookie Nomad here. Welcome to another video. സമയം ഏകദേശം 7 മണിയാവുന്നു, 6:45 കഴിഞ്ഞു. Today it's another ride day after so long. I think it's been almost 2 months that I haven't gone for a proper ride. അപ്പം ഇന്ന് നമ്മളൊരു കുഞ്ഞു റൈഡ് എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് ഒരു 170 kilometers ഫ്രം മൈ ഹോം. സ്ഥലത്തിൻ്റെ പേര് മേലുക്കോട്ട എന്നാണ്. മേലുക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹസലിലേക്ക്, ബാംഗ്ലൂരിൽ നിന്ന് ഹസലിൽ പോകുന്ന വഴിക്കുള്ള ഒരു ടൗണാണ്. അങ്ങനെ 1-2 മേജർ ടെമ്പിൾസ് ഉണ്ട്, പിന്നെ 1-2 ടെമ്പിൾ റിമൈൻസ് ഉണ്ട്. ഒരു ഹംപിയുടെ പോലെ തന്നെ ഒരു മൈനറായിട്ടുള്ള ഒരു വേർഷനാണ് ഈ മേലുക്കോട്ട എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 170 kilometers. ഇപ്പം ലേറ്റായി, ഒരു 6 o'clock തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ യുനോ never happens. Let's hit the highway first. yo മുടിഞ്ഞ ട്രാഫിക് ആണല്ലോ. Since we are two-wheelers, we are having this option to filter. late ആയി Cookie, come on. നമുക്ക് അടുത്ത ഡീവിയേഷൻ എടുക്കാനുള്ള സമയമായിട്ടോ. ഇതാണ് നെലമംഗല ടൗൺ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഡീവിയേഷൻ എടുക്കാനുള്ളത്. എടുത്തു കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, മടിക്കേരി പോകും. ഹസൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കുള്ള ഹൈവേ ആണിത്, നാഷണൽ ഹൈവേ ആണ്. കുറച്ചൊരു 3-4 കിലോമീറ്റർ അല്ലെങ്കിൽ 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പൊക്കെ ഒന്ന് മാറട്ടോ. കുറച്ച് നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. So far so good. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കുനികൽ എന്ന് പേരുള്ള സ്ഥലത്തിൻ്റെ ഒരു 13 കിലോമീറ്റർ മുൻപുള്ള ഫുഡ് കൾച്ചർ എന്ന് പേരുള്ള റിസോർട്ട്, ഒരു ഹോട്ടലിലാണ്. ഞാൻ ലാസ്റ്റ് തവണ വന്നപ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഭയങ്കര പൊടിഞ്ഞ വെയിലുണ്ടോ. നല്ല ഫുഡാണ്, പിന്നെ നല്ല ആംബിയൻസ് ആണ് ഫുഡ് കഴിക്കാനായിട്ട്. നല്ല ക്വാളിറ്റി ഫുഡ്, ചീപ്പ് ഓൾസോ. സോ ഇറ്റ്സ് ഹൈലി സജസ്റ്റഡ്. സോ ഇഫ് യു ആർ കമ്മിങ് ദിസ് വേ just try to have breakfast from here. It's not a paid promotion, guys. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്ത് നിന്ന് ഒരു 10-13 കിലോമീറ്റർ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കുനികൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ജംഗ്ഷൻ നമ്മൾ ഹൈവേ എന്നൊരു ഡീവിയേഷൻ എടുത്തിട്ടുണ്ട്. ഇനി 43 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ നോർമൽ സിംഗിൾ ലൈൻ റോഡ്സ് ആയിരിക്കും തോന്നുന്നു. വെയിൽ ചെറുതായിട്ട് അടിച്ചു തുടങ്ങി, 9:25 ആകുന്നു. ബട്ട് സ്റ്റിൽ റൈഡ് ഈസ് ഗോയിങ് ഓൺ റിയലി ഗുഡ്. നമ്മളിപ്പോൾ ഉള്ളത് നാഗമംഗലം എന്ന് പേരുള്ള ഒരു ടൗണിലാണ് കേട്ടോ. നമുക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എവിടെയെങ്കിലും ഷോപ്സൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് സൺഡേ, പിന്നെ 9:30, ഒരു 10 o'clock ഒന്നും ആവാതെ നോർമലി സൺഡേസിൽ അറിയില്ല എഴുതണം. നോക്കാം, നമുക്ക് ഇവിടുന്ന് ഒരു ഡീവിയേഷൻ എടുക്കാനുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മൾ സ്റ്റേറ്റ് ഹൈവേ നിന്ന് ഡീവിയേഷൻ എടുത്തിട്ടില്ല ഇപ്പം. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ വൺ. നമ്മുടെ അവിടുത്തെ മെയിൻ ടെമ്പിൾ അതാ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങളത് കാണുന്നുണ്ടോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടല്ലേ, ഡാം പൊടിയാണല്ലോ. ഇതാ നേരെ മുമ്പിലൊരു അമ്പലം പോലെ കാണുന്നില്ലേ? അവിടെയൊക്കെ ഒരു ഗ്രാൻഡ് കാനിയൻ പോലത്തെ ഒരു എന്താ പറയുക, ഒരു മൗണ്ടൻ സീരീസ് ഓഫ് മൗണ്ടൻസ് കാണുന്നില്ലേ?
അതിൻ്റെ ഒരു മൗണ്ടൻ്റെ മേലെ നമുക്ക് ഒരു അമ്പലം പോലെ സ്ട്രക്ചർ കാണാം. അതാണ് തോന്നുന്നു. ഇതൊരു ഘാട്ട് സെക്ഷൻ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ മാത്രമല്ല, അവിടെയൊക്കെ വൈൽഡ് ആനിമൽസ് ഉണ്ട് എന്നൊക്കെ ഫോട്ടോ ഒക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുമുണ്ട്. സോ ഇറ്റ് ഈസ് ഇതൊരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. നല്ല 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 അടിപൊളി വൃത്തികെട്ട ചൂടാണ്. ഓക്കെ, നമ്മൾ മേലുക്കോട്ട ടൗൺ എത്തി. കാരണം ടെമ്പിൾ റിമൈൻസും പഴയ സ്ട്രക്ചറൊക്കെ കാണാൻ തുടങ്ങി. അതിൻ്റെ മേലെ കാണുന്നില്ലേ, അതാണ് നമ്മളെ മെയിൻ ടെമ്പിൾ കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ടേക്കില്ല. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളങ്ങനെ മേലെത്തി കേട്ടോ. ഇത് ശരിക്കും ഒരു പിൽഗ്രിമേജ് സ്പോട്ട് തന്നെയാണ്. മേലെ നല്ല തിരക്കുണ്ട് മേലേക്ക്. ഇനി ചെറുപ്പക്കൂരി നമ്മൾ മേലേക്ക് ഒരു 200 സ്റ്റെപ്പ് കയറാണ്ട് എന്നാണ് ഇവിടുത്തെ അത് അമ്മമ്മ പറഞ്ഞത്. സോ അമ്പലത്തിലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ലെറ്റ്സ് ഗോ ആൻഡ് സീ. ശ്രീ യോഗ നരസിംഹസ്വാമി ടെമ്പിൾ എന്നാണ് ടെമ്പിൾ അതിൻ്റെ പേര്. ഇവിടുത്തെ DT എന്ന് പറഞ്ഞ നരസിംഹസ്വാമിയാണ്. ഇത് നമ്മുടെ എന്താ പറയുക, മണ്ഡ്യ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു മേജർ പിൽഗ്രിമേജ് സ്പോട്ട് തന്നെയാണ്. ഇത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ മേലെ ഒരു ടെമ്പിൾ, പിന്നെ ഒരു അകത്ത് പൂജ നടക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് അകത്ത് കയറിയിട്ട് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്ന് തന്നെ പറയണം. നല്ല വെയിലായിരുന്നു, അത് കാരണം ടയർഡാണ്. ഇപ്പം കുറച്ചിരി ഇരുന്ന് നല്ല ചില്ലതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഗൈസ്, നല്ല മുട്ടിഞ്ഞ വെയിൽ, ടൂ സണ്ണി. നമ്മളടുത്ത് പോകുന്നത് രായഗോപുര എന്ന് പേരുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഞാൻ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു അബാൻഡൻഡ് ഒരു ഫോർട്ട് പോലെ, ഒരു ടെമ്പിൾ റിമെയിൻസ് പോലെ നമ്മൾ ഹംപിയിലൊക്കെ കിട്ടുന്ന ഒരു വൈബാണ്. അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം. എന്തായാലും ഇവിടുന്ന് റൈറ്റ് ഏതൊക്കെയൊക്കെയോ വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. പോയി നോക്കാം. ഓരോരുത്തർ വീടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകേണ്ടതുണ്ട് ഞാൻ. അപ്പോൾ ഇതെല്ലാം ഈ സ്പോട്ടുകളൊക്കെ മേലുകോട്ടെ ഈ ഒരു ടൗണിൻ്റെ ഒരു 1 to 2 കിലോമീറ്റേഴ്സ് റേഡിയസ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സുഖമാണ്. നമുക്ക് പെട്ടെന്ന് എല്ലായിടത്തും എത്തിപ്പെടാനൊക്കെ സുഖമാണ്. ഈ വെയിൽ മാത്രമാണ് ഒരു പ്രശ്നമായിട്ടുള്ളൂ. അപ്പം രായരഗോപുരം എത്തി നമ്മൾ കാണുന്നുണ്ട്. ഇവിടുന്ന് കണ്ടു തുടങ്ങി. രായരഗോപുരം ഇപ്പോൾ കണ്ടതാണ് കേട്ടോ. രായരഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഹാഫ് ബിൽഡ് ഒരു ടെമ്പിളാണെന്നാണ് ഒരു മിത്തോളജി പ്രകാരം പറയുന്നത്. എന്താണ് റീസൺ എന്നുള്ളത് ഇപ്പോഴും അൺനോണാണ്. വിജയനഗര ഒരു എംപയറിൻ്റെ സമയത്ത് ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് ഹാഫിൽ വെച്ച് നിർത്തേണ്ടി വരുന്നൊരവസ്ഥ വരെയും ആ ഒരു ഹാഫ് ബിൽഡ് ടെമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് രായരഗോപുര. നമ്മൾ അങ്ങനെ രായരഗോപുരമൊക്കെ കവർ ചെയ്തു. അവിടെ അധികം കാണാനൊന്നുമില്ല, നമ്മൾ ഇപ്പോൾ കണ്ടില്ല. അത് തന്നെ നമ്മൾ അതിനടുത്ത് തന്നെ നമുക്കിനി പോകാനുള്ള ധനുഷ്കോടി എന്നുള്ള സ്ഥലമാണ്. മാപ്പ് ഇട്ടിട്ടില്ല, ഡയറക്ഷൻ ഇതാന്ന് കണ്ടു. അവിടെ കാണുന്നില്ല വീട്ടു ധനുഷ്കോടി. പിന്നെ ഒരു ജുറാസിക് വേൾഡിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഡിനോസറിനോട് വേണ്ടി പറഞ്ഞൊക്കെ പോവാം ധനുഷ്കോടിയിലേക്ക്. അയ്യോ, ബിവെയർ ഓഫ് ലെപ്പേർഡ് ആൻഡ് ചീറ്റാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സേഫാണോ? ಸೇಫ್ ತಾನೇ ಬೈಕಲ್ಲಿ ಹೋಗೋದು? ಅನಿಮಲ್ಸ್ ಏನು ಇರಲ್ಲ? ಥ್ಯಾಂಕ್ ಯು. ഓക്കെ, സേഫ് ആണെന്നാണ് ലോക്കൽ ചേട്ടൻ പറഞ്ഞത്. ലെറ്റ്സ് സീ. നെക്സ്റ്റ് സ്പോട്ട് ധനുഷ്കോടി. ഞാൻ പറഞ്ഞില്ല നേരത്തെ, എല്ലാം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ റേഡിയസിനകത്താണ് ഈ മേലുകോട്ടയിലുള്ള ടൂറിസ്റ്റ് സ്പോട്ട് / പിൽഗ്രിമേജ് സ്പോട്ട്.
അപ്പം അവിടുന്ന് ഇപ്പോൾ ഒരു 5 മിനിറ്റ് വന്നിട്ടുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട രായര ഗോപുര. അപ്പം അടുത്ത ലൊക്കേഷനിലെത്തി നമ്മൾ ധനുഷ്കോടി. ഈ വെയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പൊളിയാണ് കേട്ടോ. നല്ല സ്പോട്ട്സാണ്. അധികം ഒരുപാട് ട്രെക്കിംഗ് ഒന്നുമില്ല. ഒരു 5 to 10 മിനിറ്റ്സ് ക്ലൈംബ് ചെയ്യാനുള്ള ദൂരമാണ് എല്ലാം ഉള്ളൂ. അപ്പം മേലെ പോയിട്ട് എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ ധനുഷ്കോടി എക്സ്പ്ലോർ ചെയ്തു. റിയൽ ധനുഷ്കോടി അല്ല, മേൽക്കോട്ടയിലെ ധനുഷ്കോടി. മേൽക്കോട്ടെ ഈ സീസൺ ഈ ടൈമിൽ വന്നിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബട്ട് സ്പോട്ട്സ് ആർ ലൈക്ക് ഗുഡ്. നമുക്ക് നല്ലൊരു എന്താ പറയുക, വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്പോട്ടുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 കിലോമീറ്ററിൻ്റെ റേഡിയസിലായത് കാരണം നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.